മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മളെല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിനിയിപ്പം കുറച്ച് നാളത്തേക്ക് റൈഡിങ് സൈക്കിളിൽ നിന്നൊക്കെ മാറിയിട്ട് സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പം വെക്കേഷനൊക്കെയാണ്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കിൾസിൻ്റെ കുറേ വീഡിയോസാണ് നമ്മളിനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം ഗിയർ സൈക്കിൾ വേണമെന്നൊരു വാശിയിലാണ് ശരിക്കും. കാര്യം നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഇപ്പം ഗിയർ സൈക്കിളാണ് കാണാനുള്ളത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ സാധാ സൈക്കിൾസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം വലിയ ആളുകൾ സൈക്കിളിലേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികളുടെ മനസ്സിലേക്ക് ഭയങ്കരമായി ആ ഗിയർ സൈക്കിൾ എന്നുള്ള ഒരു ചിന്ത കയറി വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർക്കറ്റിൽ ഫണ്ട് ഫ്ലോ ഭയങ്കര കുറവാണ്. ഈവൻ പേരൻസിൻ്റെ കയ്യിലാണെങ്കിലും ഒരു ഗിയർ സൈക്കിൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 15,000 to 20,000 റേഞ്ചിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറഞ്ഞ മോഡൽ വരുവാണെങ്കിൽ പോലും ആ ഒരു റേഞ്ചിലേക്ക് പൈസ വരാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉള്ളവർക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അലോയ് ഫ്രെയിം അങ്ങനെയുള്ള സൈക്കിൾസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ബേസ് മോഡൽ ആയിട്ടുള്ള സൈക്കിൾസ് സാധാരണ ഒരു ഇടത്തരം കുടുംബത്തിലുള്ള കുട്ടികൾ ഗിയർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള റേഞ്ചിലുള്ള ഗിയർ സൈക്കിൾസാണ് ഞാൻ ഈ ഒരു കുറച്ച് സീരീസിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ബിലോ 20,000 റേഞ്ചിലുള്ള വണ്ടികൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോസ്മിക്കിൻ്റെ ട്രിക്സ് എന്ന് പറയുന്ന ബൈക്കാണ്. ശരിക്കും ഈ ഒരു സീരീസിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പലരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗിയർ സൈക്കിൾ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സൈക്കിൾസ് ആണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച്. ഒരു പക്ഷേ നേരത്തെ നമ്മുടെ ബിലോ 20,000 റേഞ്ചിലുള്ള പല സൈക്കിൾസും കുട്ടികൾക്ക് വേണ്ടി തന്നെയായിരുന്നു മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ കോവിഡ് കാലമൊക്കെ ആയപ്പോഴത്തേക്ക് അത് പലരും റൈഡിങ് സൈക്കിളാക്കിയൊക്കെ കമ്പയർ ചെയ്ത് തുടങ്ങി. ശരിക്കും ഇപ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളൊരു റൈഡിങ് സൈക്കിൾ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും, എസ്പെഷ്യലി നമ്മൾ അഡൽട്ട്സ് എടുക്കുമ്പോഴത്തേക്കും ഒരു 20K+ റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ബോഡി വെയ്റ്റ് ടു പവർ റേഷ്യോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവറും കാര്യങ്ങളുമൊക്കെ അത് നല്ല ക്വാളിറ്റിയുള്ള കോമ്പോണൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അത് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല നമുക്ക് ഫ്രെയിം സൈസും കാര്യങ്ങളുമൊക്കെ കിട്ടി തുടങ്ങുന്നതും ഈ പറയുന്ന പോലെ ഒരു 20+ റേഞ്ചിലായിരിക്കും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ് പ്രോഡക്റ്റ്സ് കാണാൻ പറ്റും. എന്താണ് പറയുന്നത്, ചാത്തനും ഒറിജിനലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ പലപ്പോഴും ആളുകൾ തെറ്റിപ്പോകുന്നത് ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ചീത്ത എന്നുള്ള കാര്യത്തിൽ തിരഞ്ഞെടുക്കുന്നതിലാണ്. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ബ്രാൻഡിൻ്റെ ഇൻഫ്ലുവൻസും. വലിയ പ്രൈസ് കൊടുക്കും. MRP നോക്കുകയാണെങ്കിൽ 24,000 രൂപയായിരിക്കും. ഈ സാധനം നമുക്ക് ഓഫറിൽ 12,000 രൂപയ്ക്ക് കിട്ടും. ഇങ്ങനെയുള്ള വലിയ ചതിക്കുഴികളും ഒരു സൈഡിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് സൈക്കിൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് സൈക്കിൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സൈക്കിൾ ഷോപ്പിൽ നിന്ന് സൈക്കിൾ മേടിക്കാൻ നോക്കുക. അവിടെ സർവീസ് കിട്ടുന്ന കടയാണോ നോക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാര്യം കുട്ടികളാകുമ്പോഴത്തേക്കും നമ്മൾ വലിയൊരു യൂസ് ചെയ്യുന്ന പോലല്ല. അവരോട് നമ്മളിനി എത്ര ഗിയർ കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും അവരത് ശ്രദ്ധിക്കണമെന്നില്ല. അതുമാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാളല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോനൊരു സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും ഉപയോഗിക്കും. പലരാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പലരും ഉപയോഗിക്കുമ്പോഴത്തേക്കും കാര്യം ഇവർ ഈ ഗിയർ കോമ്പിനേഷനോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല. കൂടുതലും നമുക്ക് വരുന്ന കംപ്ലയിൻസുകൾ എന്ന് പറയുന്നത്, ഗിയർ സൈക്കിൾസിൻ്റെ അകത്ത് വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് റിയർ ഡിറൈലർ ഓടിച്ചുകൊണ്ട് വരിക. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ്. കാര്യം നമുക്കിവിടെ സ്റ്റോർ ഉള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ കംപ്ലയിൻറ്റുകൾ എന്താ വരുന്നത്. പിന്നീട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുട്ടികൾ പറഞ്ഞുകൊണ്ട് വരുന്നതും അല്ലെങ്കിൽ പേരൻസ് പറഞ്ഞുകൊണ്ട് വരുന്നതും ഈ വീല് ഷെയ്ക്കായിട്ട് വരിക. ഫ്രണ്ട് വീല് ഷെയ്ക്ക് ആക്കുക, ബാക്ക് വീല് ഷെയ്ക്ക് ആക്കുക. അതുപോലെ തന്നെ സെറ്റ് ഓഫ് 8. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഷെയ്ക്കുള്ള കാര്യം അവർ ശ്രദ്ധിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ചെറിയൊരു ഷെയ്ക്ക് സൈക്കിളിനകത്ത് അവർ ശ്രദ്ധിക്കത്തില്ല. അതിനുശേഷം അവസാനം അതിൻ്റെ ബെയറിങ്സും കാര്യങ്ങളും എല്ലാം പോകും. എല്ലാം കംപ്ലയിൻ്റ് ആയതിനു ശേഷമായിരിക്കും വരുന്നത്. പിന്നീട് മറ്റൊരു കംപ്ലയിൻറ്റ് കുട്ടികൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ബ്രാക്കറ്റിൻ്റെ കേസാണ്. ബോട്ടം ബ്രാക്കറ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് പഴയതുപോലെ അല്ല, ഇപ്പോൾ എല്ലാ സീൽഡ് ബെയറിങ്സ് ആണ് വരുന്നത്. എങ്കിൽ പോലും ആ ക്രാങ്കിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ ഷെയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കാതെ വരികയും അതേപോലെ തന്നെ ആ ഷെയ്ക്ക് അത് പിന്നെ വലുതാവുകയും പിന്നീട് ആ ഒരു ക്രാങ്ക് തന്നെ നമ്മൾ മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരാറുമുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കായിട്ടും കുട്ടികൾ ഉണ്ടായിക്കൊണ്ട് വരുന്ന കംപ്ലയിൻസുകൾ. ഇനി നമുക്ക് ഈ ഒരു സൈക്കിളിലേക്ക് പോകാം. കോസ്മിക് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് സെല് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് തന്നെ ഞാൻ കോസ്മിക്കിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഇതുവരെ സ്പെയേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും വാറണ്ടി കേസൊന്നും ഇതുവരെ, ഫ്രെയിമിൻ്റെ വാറണ്ടി കേസൊന്നും ഇതുവരെ വന്നിട്ടില്ല. സ്പെയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സ്പെയേഴ്സും കാര്യങ്ങളും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കേസിലും വാല്യൂ ഫോർ മണി, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ബൈക്സാണ് നമുക്ക് കോസ്മിക്കിൽ നിന്നും എപ്പോഴും കിട്ടാറുള്ളത്.
അപ്പോൾ കോസ്മിക്കിൻ്റെ ട്രിക്സ് എന്ന് പറയുന്ന സൈക്കിൾ 26 ടയർ സൈസ് ആണ് വരുന്നത്, സ്റ്റീൽ ഫ്രെയിമാണ്. ബേസിക്കലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബിലോ 20,000 റേഞ്ചിൽ പലരും നമ്മളോട് ചോദിക്കും അലോയ് സൈക്കിൾസ് അവൈലബിൾ ആണെന്ന്. ബിലോ 20,000 റേഞ്ചിൽ അലോയ് സൈക്കിൾസ് കിട്ടുന്ന വളരെ പാടാണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിലോ 20 റേഞ്ചിൽ അലോയ് സൈക്കിൾസ് കിട്ടാറുള്ളൂ. ഇത് ഒരു സ്റ്റീൽ ഫ്രെയിം സൈക്കിളാണ്, ബിലോ 20K റേഞ്ചിലുള്ള ഒരു സ്റ്റീൽ ഫ്രെയിം സൈക്കിളാണ്. സോ ഇതിൻ്റെ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രെയിമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ ശരിക്കും ഭയങ്കര കളർഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 കേബിൾസ്, നമ്മൾ പല സൈക്കിൾ എടുത്ത് നോക്കുമ്പോൾ 2 കേബിൾസ് ഇൻറ്റേർണൽ കാണാം, ഒരെണ്ണം എക്സ്റ്റേണൽ പോകുന്ന കാണാം. അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അതുപോലെ തന്നെ 2 കേബിൾസ് ഇൻറ്റേർണലാണ് പോകുന്നത്, ഒരെണ്ണം എക്സ്റ്റേണലാണ് പോയിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ബോട്ടിൽ ഗേജിനുള്ള പ്രൊവിഷൻ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഫാക്ടറൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് ബോട്ടിൽ ഗേജിൻ്റെ പ്രൊവിഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്കൊരു ഷോക്ക് വന്നിട്ടുണ്ട്. ആ ഷോക്കിൻ്റെ അകത്ത് നമുക്ക് ഷോക്ക് വിത്ത് ഷോക്ക് ലോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോക്കൊന്നുമല്ല, എങ്കിലും നമുക്ക് കമ്പനി അത്യാവശ്യം നമുക്കൊരു 6 months അടുത്ത് നമുക്ക് ഈ ഒരു ഷോക്കിന് വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഷോക്ക് വിത്ത് ഷോക്ക് ലോക്കാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ടയേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കോമ്പസിൻ്റെ ടയേഴ്സാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതും 26 ആണ് ടയർ സൈസ് വരുന്നത്. ഇനി ഡബിൾ വാൾ അലോയ് റിംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ വാൾവാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഹബ്ബാണ്. നമ്മളിതിൻ്റെ ഹബ്ബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സീൽഡ് ബെയറിങ്സ് വരുന്ന ഹബ്ബാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ബേസിക്കലി നമുക്ക് വീലിൻ്റെ ക്വാളിറ്റിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീൽസാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ക്വിക്ക് റിലീസ് അല്ല. സോ പലരും ചോദിക്കും ക്വിക്ക് റിലീസ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലരും അതായത് കുട്ടികൾക്ക് ക്വിക്ക് റിലീസുള്ള സൈക്കിൾ കൊടുക്കുകയും ഈ ക്വിക്ക് റിലീസ് ഊരിക്കഴിഞ്ഞാൽ ഇവർ ശ്രദ്ധിക്കാതിരിക്കുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്നതൊക്കെ പല സ്ഥലങ്ങളിലും നമുക്കിപ്പം പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് വലിയ ആളുകളാകുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. നേരെ മറിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വിക്ക് റിലീസ് ഇല്ലാത്തതാണ്, അതായത് സ്കൂൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ക്വിക്ക് റിലീസ് ഇല്ലാത്തതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. സോ ക്വിക്ക് റിലീസ് ഇല്ലാത്ത വണ്ടിയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 21 സ്പീഡാണ് വരുന്നത്. ഷിമാനോ TZ ആണ് വരുന്നത്. ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള ഷിമാനോ TZ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. ആ TZ ഒറിജിനലാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് TZൻ്റെ അകത്ത് കോപ്പിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. TZൻ്റെ ഒറിജിനലാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ക്രാങ്ക് വരുന്നതും അലോയ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രീ വീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വീലാണെങ്കിലും അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രീ വീലൊന്നും അല്ല വരുന്നത്. അതുപോലെ ചെയിൻ എടുത്താലും നമുക്ക് ബ്രാൻഡഡും കാര്യങ്ങളൊന്നുമല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് നോക്കേണ്ടത്. ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഒരു ഡിസ്ക് ബ്രേക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബ്രേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാലിപ്പറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഒരു പുതിയ ബൈക്ക് എന്നുള്ള സ്റ്റേജിൽ നമുക്കിപ്പം റൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ബ്രേക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷിമാനോ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. അതും ഈ പറയുന്ന പോലെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റെം എടുത്താലും സീറ്റ് പോസ്റ്റ് എടുത്താലും എല്ലാം ഹാൻഡിൽ എടുത്താലും ഇതെല്ലാം നമുക്ക് സ്റ്റീൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റും ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ബേസിക്കലി നോക്കുമ്പോൾ ബിലോ 20,000 റേഞ്ചിലുള്ള ഒരു ഫസ്റ്റ് വണ്ടിയാണ് നമ്മൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ സീരീസിൽ നമ്മളിനി അങ്ങോട്ട് വരുന്ന ആഴ്ചകളിൽ കുറേ വണ്ടികൾ, അതായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ യാത്രകൾക്ക് വേണ്ടിയുള്ള വണ്ടികളായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരിക്കലും ഒരു റൈഡിങ് ബൈക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സൈക്കിൾസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെയിറ്റ് ഹൈ ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റീൽ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ബൈക്സ് ഒരു 14 kg ഒക്കെ വരുന്ന സമയത്ത് ഇതൊരു 2-3 kg ഇതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കാം. പക്ഷേ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വെയിറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗിയർ സൈക്കിൾ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം ഇതിൻ്റെ അകത്ത്. കാര്യം ഒരുപാട് ചാത്തന്മാർ മാർക്കറ്റിൽ ഇങ്ങനെ തഴച്ച് വളരുന്ന സമയത്ത് നല്ല സൈക്കിളുകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് നമ്മൾ പറയാൻ വിട്ടുവരെ, ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് വരുന്നത് 19,500 rupees-ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരിക. ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.